പുസ്തകം 10-ാം അധ്യായം അതിന്റെ 12 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ. Deuteronomy chapter 10 verse 12 and 13. ആകയാൽ ഇസ്രായേലേ, നിന്റെ ദൈവമായ യഹോവേ നീ ഭയപ്പെടുകയും അവന്റെ എല്ലാ വഴികളിലും നടക്കുകയും അവനെ സ്നേഹിക്കുകയും നിന്റെ ദൈവമായ യഹോവേ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടുകൂടി സേവിക്കുകയും ഞാൻ ഇന്ന് നിന്നോട് ആജ്ഞാപിക്കുന്ന യഹോവയുടെ കൽപ്പനകളും ചട്ടങ്ങളും, ഈ കർത്താവിന്റെ കൽപ്പനകളും ചട്ടങ്ങളും നിന്റെ നന്മയ്ക്കായി പ്രമാണിക്കുകയും വേണം. അതെല്ലാം നിന്റെ നന്മയ്ക്കായി പ്രമാണിക്കുകയും വേണം. എന്നല്ലാതെ നിന്റെ ദൈവമായ യഹോവ നിന്നോട് ചോദിക്കുന്നത് എന്ത്? നിന്റെ ദൈവമായ യഹോവ നിന്നോട് ചോദിക്കുന്നത് എന്ത്? ഈ കൂട്ടം കാര്യങ്ങളല്ലാതെ നിന്റെ നല്ല കർത്താവ് നിന്നോട് വേറെന്താ ചോദിക്കുന്നേ? ഈ സകലത്തെ സൃഷ്ടിച്ച ദൈവം ഈ 3-4 കാര്യങ്ങളെ ദൈവം നമ്മളോട് ചോദിക്കുന്നുള്ളൂ. ഈ 3-4 കാര്യങ്ങളെ ദൈവം എന്ത് ചെയ്യുന്നുള്ളൂ? ചോദിക്കുന്നു. ഇതിന്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് ആവർത്തന പുസ്തകം എന്ന് പറഞ്ഞാൽ ആവർത്തനമാണ്, റിപ്പീറ്റേഷൻ. ദൈവം പുറപ്പാട് പുസ്തകത്തിലും മറ്റു പല സമയങ്ങളും കൊടുത്ത നിയമങ്ങൾ ആവർത്തിച്ച് മോശ ഇസ്രായേൽ ജനത്തോട് വാഗ്ദത്ത നാട്ടിലേക്ക് കനാനിലേക്ക് കേറുന്ന ജനത്തിന് പറയുന്ന വചനങ്ങളാണ് ആവർത്തന പുസ്തകത്തിൽ കാണുന്നത്. അതിന്റെ ഒരു പശ്ചാത്തലം മോശയുടെ അവസാനത്തെ സമയമാണ്. ഇത് പറഞ്ഞു കഴിഞ്ഞ് മോശ മരിക്കുന്നു. മോശ ഇല്ലാതാണ് ഈ വാഗ്ദത്ത നാട്ടിലേക്ക് ജോഷുവയുടെ നേതൃത്വത്തിൽ തന്റെ ജനം കയറുന്നത്. അപ്പൊ ശ്രദ്ധിക്കണം, ഒരു വാഗ്ദത്തം പ്രാപിക്കാൻ പോവുകയാണ്. കേട്ട ദൂത് നൂറ്റാണ്ടുകൾ അല്ലെങ്കിൽ വർഷങ്ങൾക്ക് മുമ്പേ പറഞ്ഞ ദൈവാലോചന പ്രാപിക്കാൻ പോവുക. അത് കേറുന്നതിന് മുമ്പേ ആ സമയം എന്ന് പറയുന്നത് കനാലിലേക്ക് കയറുന്നതിന് മുമ്പേ മോവാബ് സമഭൂമിയിൽ ദൈവജനം എത്തി നിൽക്കുന്ന ആ ഭാഗം. അവിടുന്ന് ഇനി ചില യാത്ര ചെയ്ത് വാഗ്ദത്ത കനാലിലേക്ക് കയറണം. അതിനുവേണ്ടി ജോഷുവയുടെ നേതൃത്വത്തിൽ ദൈവം വെച്ചേക്കുകയാണ്. ഈ സമയത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? ഇറങ്ങി തിരിച്ച ആദ്യ ജനം മരിച്ചു, ഒരു തലമുറ മരിച്ചു. ഇപ്പോൾ അവരുടെ പുതിയ തലമുറയാണ് നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഈ പഴയ കാര്യങ്ങൾ എന്ത് ചെയ്യുന്നത്? ഓർമ്മിപ്പിക്കുന്നത്. നിന്റെ വർഷങ്ങൾ മരുഭൂമിയിൽ യാത്രയാണ്, ഇറങ്ങി തിരിച്ചു. അപ്പൊ പണ്ടത്തെ കാര്യങ്ങൾ കുറച്ചു പേർക്ക് അറിയാം, കുറച്ചു പേര് മരിച്ചു. അപ്പൊ പുതിയൊരു ജനറേഷൻ വന്ന് നിൽക്കുകയാണ്. അതിൽ തന്നെ നല്ലൊരു തലമുറ മരുഭൂമിയിൽ മരിച്ചുപോയി. പിന്നീടുള്ളവരുമായി വാഗ്ദത്ത നാട്ടിലേക്ക് കയറുന്നതിന് മുമ്പേ മോശയിൽ കൂടെ ദൈവം ഒരിക്കൽ കൂടെ ആലോചന പറയുകയാണ്. ആവർത്തന പുസ്തകത്തിൽ മോശ ഓർമ്മിപ്പിക്കുകയാണ് കഴിഞ്ഞ നാളിൽ ദൈവത്തിന്റെ വിശ്വസ്തത, ഗോഡ്സ് ഫെയ്ത്ത്ഫുൾനെസ്. അപ്പോൾ തന്നെ കഴിഞ്ഞ നാളിൽ ഇസ്രായേൽ ജനത്തിന് പറ്റിപ്പോയ പോരായ്മകൾ ഇന്ന് നമ്മൾ വായിച്ചു. 1 കൊരിന്ത്യർ 10:16 അപ്പോസ്തലൻ പൗലോസ് കോരിന്ത്യർക്ക് പറയുന്നു, അവരെ പോലെ ആവരുത്. ഈ ലോകാവസാനത്തിൽ ബുദ്ധി ഉപദേശത്തിന് നമ്മൾ പറഞ്ഞിരിക്കുക, അവർ മോഹികളായി വിഗ്രഹാരാധികളായി പിറുപിറുക്കുന്നവരായി എല്ലാം ചെയ്തിട്ട് ഇത്രയൊക്കെ നന്മ കിട്ടിയിട്ട് ആര്? മോശ. ഇന്ന് നമ്മൾ യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരാ. അന്ന് ഹല്ലേലൂയ മോശയുടെ നേതൃത്വത്തിൽ ചെങ്കടലിൽ കൂടെ കയറി ഇറങ്ങി പുറത്തു വന്നപ്പോൾ അവർ മോശയോട് സ്നാനമേറ്റുന്നവർ. അപ്പം സ്നാനമേറ്റ് ഒരേ ആത്മീയ പാറയിൽ നിന്നും യേശു ക്രിസ്തുവാകുന്ന പാറയിൽ നിന്ന് കുടിച്ചു നമ്മളും അതുപോലെ തന്നെ സ്നാനപ്പെട്ട് ക്രിസ്തുവിൽ നിന്നും ഉറവകളും നന്മകളും അനുഭവിച്ച് ക്രിസ്തുവിൽ ജീവിക്കുന്ന ദൈവ ഇതിലെ ജീവിതയാത്രയിൽ പട്ടുപോകാൻ ഒരിക്കലും ഇടയാകരുത്. അപ്പൊ അവരുടെ ഫെയിലിയർ, പരാജയങ്ങളെ ഓർപ്പിച്ച് ദൈവത്തിന്റെ ഉടമ്പടിയും നന്മകളെയും ഓർപ്പിച്ച് വീണ്ടും മോശയിൽ കൂടെ ദൈവം അരുളി ചെയ്ത വചനങ്ങളാണ് ആവർത്തന പുസ്തകത്തിൽ നമ്മളോട് പറയുന്നത്. ഒരു യജമാനൻ, ലോകത്തിൽ ചിലപ്പോ യജമാനൻ ആ കൂട്ട നിൽക്കുന്ന ദാസനോട് അവന് ചെയ്യാൻ പറ്റാത്ത കഠിനമേറിയ ജോലികൾ ചിലപ്പോ പറയാറുണ്ട്. പക്ഷെ ഇവിടെ പറയുന്ന നമ്മുടെ നല്ല യജമാൻ ചോദിക്കുക, ഇതല്ലാതെ ഞാൻ നിന്നോട് വേറെ എന്താ ആവശ്യപ്പെടുന്നേ? പവർഫുൾ ക്വസ്റ്റ്യൻ ആണ്. ഹല്ലേലൂയ. ആവർത്തന 10:12-13 എന്താ? 4 കൂട്ടം കാര്യങ്ങളാ. ആ 12 ഒന്നുകൂടെ വായിച്ച് എല്ലാവരും ശ്രദ്ധിച്ച്. ആകയാൽ ഇസ്രായേൽ എല്ലാവരും കേൾക്കുക. ഒരു വലിയ ഓൾട്ടർ കോൾ കൊടുക്കുന്ന പോലെ വിളിക്കുക, ദൈവജനമേ,
Fear the Lord. നിന്റെ ദൈവമായ യഹോവയെ നീ എന്ത് ചെയ്യാ? ഭയപ്പെടുകയും. അവൻ നമ്പർ 1 ഉറക്കെ പറ, ദൈവത്തെ ഭയപ്പെടുക. ദൈവത്തെ. അടുത്ത നമ്പർ 2, അവന്റെ എല്ലാ വഴികളിലും നടക്കുകയും. അവന്റെ എല്ലാ വഴികളിലും നടക്കുകയും. obey the Lord. അവനെ അനുസരിക്കുക. അവനെ സ്നേഹിക്കുകയും. അടുത്ത love the Lord. അവനെ മൂന്നാമത്തെ എന്താണ്? സ്നേഹിക്കുക. ഉറക്കെ പറ, ദൈവത്തെ സ്നേഹിക്കുക. അപ്പൊ ഇതുവരെ നമ്മൾ എന്ത് പറഞ്ഞു? ദൈവത്തെ ഭയപ്പെടുക, ദൈവത്തെ സ്നേഹിക്കുക, അവന്റെ വഴികളിൽ നമ്മൾ എന്ത് ചെയ്യുക? നടക്കുക. അടുത്തത് ദൈവമായ യഹോവയെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും സേവിക്കുകയും. അടുത്ത ദൈവത്തെ serve the Lord. പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ മനസ്സോടെ നിന്റെ ദൈവത്തെ നീ എന്ത് ചെയ്യാ? സേവിക്കുകയും. ഞാനിന്ന് നിന്നോട് ആജ്ഞാപിക്കുന്ന യഹോവയുടെ കൽപ്പനകളും ചട്ടങ്ങളും നിന്റെ നന്മയ്ക്കായി പ്രമാണിക്കുകയും വേണം എന്നല്ലാതെ നിന്റെ ദൈവമായ യഹോവ നിന്നോട് ചോദിക്കുന്നത് എന്ത്? ഇതെല്ലാം എന്തിനാ? നിന്റെ നന്മയ്ക്കാ. വാഗ്ദത്തങ്ങളിൽ കേറാനിരിക്കുന്ന ദൈവജനമേ, നിന്റെ നന്മയ്ക്കാ. ഇതല്ലാതെ വേറൊന്നും ദൈവം ചോദിക്കുന്നില്ല. ഇന്ന് പകലും ദൈവം നമ്മളോട് ചോദിക്കാം, നിന്റെ നന്മയ്ക്ക്, നിന്റെ കൂടാരത്തിന്റെ നന്മയ്ക്ക്, നിന്റെ ഭാവിയുടെ നന്മയ്ക്ക്, കർത്താവിന്റെ വരവ് താമസമെങ്കിൽ തലമുറകളുടെ നന്മയ്ക്ക് ദൈവം ഈ ഒറ്റ കാര്യമേ ചോദിക്കുന്നുള്ളൂ. ഈ 4 കൂട്ട കാര്യം നമ്മളോട് ചോദിക്കുന്നു. നീ ദൈവത്തെ ഭയപ്പെടുക, ദൈവത്തെ സ്നേഹിക്കുക, അവനെ അനുസരിച്ച് നടക്കുക, പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ സേവിക്കുക. ഒരു നമ്മുടെ ആപ്തവാക്യം പോലെ ജീവിതത്തിന്റെ ഹൃദയത്തിന്റെ പലകയിൽ എഴുതി വെക്കട്ടെ. ഈ 4 കാര്യം ബാലൻസ് ആയിട്ട് പോയാൽ ക്രിസ്തീയ ജീവിതം സ്ട്രോങ് ആയിരിക്കും. ജീവിതം നിലനിൽപ്പുള്ള, സ്റ്റെബിലിറ്റി ഉള്ളതായിരിക്കും. ഇതിന്റെ ഫലമുള്ളതായിരിക്കും. ഉറക്കെ പറ, നിലനിൽക്കുന്നതായിരിക്കും, ബലമുള്ളതായിരിക്കും, ഫ്രൂട്ട്ഫുൾ ആയിരിക്കും, ഫലമുള്ളതായിരിക്കും. ഇതിനപ്പുറം ദൈവം ഒന്നും വേറെ ചോദിക്കുന്നില്ല. ഒന്ന് വേഗത്തിൽ പറയുമ്പോ ഒന്നാമത്തെ ഫിയർ ദ ലോർഡ്, ദൈവത്തെ ഭയപ്പെടുക. ഉറക്കെ പറ, ദൈവത്തെ ഭയപ്പെടുക. ഇതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ബൈബിൾ ഉടനീളം കാണാം. യഹോവ ഭക്തി, ആ ഒരു ഭക്തിയുള്ള ഭയം, ഫിയർ ജ്ഞാനത്തിന്റെ ആരംഭം. ഇത് എന്തിനാന്നറിയാം? ഏതാണ്ട് ഒരു പണിഷ്മെന്റ് തരുന്ന ദൈവമാണ്. അതുകൊണ്ട് ഞാൻ അങ്ങ് ഭയപ്പെടാം. ആ ഭയം അല്ല ആഗ്രഹിക്കുന്നത്. കുട്ടികൾക്ക് ഭയമുണ്ട് അല്ലേ? ഇങ്ങോട്ട് നോക്കിയേ. ആരാ ഭയറ്റുള്ളൂ? മാത്സ് ടീച്ചറിനെയാണോ? ഫിസിക്സ്, മാത്സ്. ഒരാൾ മാത്സിന് നല്ല മോൻ കേട്ടോ, കൊള്ളാം, കയ്യോടെ പറഞ്ഞു, എന്നെ ബുദ്ധിമുട്ടിക്കാതെ പറഞ്ഞു. ഹല്ലേലൂയ. അപ്പൊ ചിലർക്ക് മാത്സിനെ, ചിലർക്ക് കെമിസ്ട്രി, ചിലർക്ക് ഫിസിക്സിനെ, ചിലർക്ക് മലയാളത്തെ ഏറ്റവും കൂടുതൽ പ്രശ്നം, മലയാളം ടീച്ചർ. ചിലർക്ക് ഓരോരുത്തർ ടീച്ചറെ കാണാൻ ഭയം. അതെന്തിനാ? പേടിയിലുള്ള ഭയം അല്ലേ? ടീച്ചറിനോടൊക്കെ വലിയ സ്നേഹം കൂടിയുള്ള ഭയമൊന്നുമല്ല, ഒരു പേടി, അടി അല്ലെങ്കിൽ കാര്യങ്ങൾ, ഇതൊക്കെ വരുന്നത്. ഇതല്ല. ദൈവത്തെ ഒരു പണിഷ്മെന്റ് പണിഷ്മെന്റ് തരുന്ന ഒരു വ്യക്തി എന്നാ അതുകൊണ്ട് ഞാൻ അങ്ങ് ഭയപ്പെടാം. അങ്ങനല്ല. ദൈവത്തെ ദൈവം ഒന്ന് ഓർത്ത്, അവന്റെ മഹത്വത്തെ ഓർത്ത്, അവന്റെ വിശുദ്ധിയെ ഓർത്ത്, അവന്റെ അധികാരത്തെ ഓർത്ത് ബഹുമാന പുരുഷമുള്ള ബഹുമാനപരമായ ഒരു ഭയഭക്തിയാണ് ഇവിടെ പറയുന്ന ഒരു ഭയം. ദൈവത്തെ ഭയം എന്ന് പറഞ്ഞാൽ എന്നെ അങ്ങ് തകർത്ത് നശിപ്പിച്ചല്ലേ, അതുകൊണ്ട് ഞാൻ അങ്ങ് ദൈവത്തെ അങ്ങനത്തെ വിശ്വാസമല്ല. ദൈവത്തെ ദൈവം എന്നോർത്ത്, ദൈവം പരിശുദ്ധനാന്നോർത്ത്, ദൈവം സകലത്തെ സൃഷ്ടിച്ചതാന്നോർത്ത്, അതോറിറ്റി ഉള്ളവൻ, ഹോളിനെസ് ആൻഡ് അതോറിറ്റി ഉള്ളവനായി തീർന്ന ആ ബഹുമാനത്തോടെ ദൈവത്തോടുള്ള ഭയം നമ്മുടെ ജീവിതത്തിന് അനുഗ്രഹമായിരിക്കണം. ഇത് നമ്മുടെ ജീവിതത്തിനകത്തുണ്ടായിരിക്കണം എല്ലാവരും. അപ്പം ടീച്ചർ എന്ന പൊസിഷൻ വെച്ച് നമുക്ക് ആ ഭയത്തോടെ നമുക്ക് കാണിക്കാൻ പറ്റും അല്ലേ? ആ പൊസിഷനെയാണ് നമ്മൾ, അല്ല വ്യക്തികളപ്പുറം. വ്യക്തിയോടുള്ള സ്നേഹം കാണും, പക്ഷെ വ്യക്തിയേക്കാളപ്പുറം നമ്മൾ എന്തിനാണ് ബഹുമാനിക്കുന്നത്? ലോകത്തിൽ അധികാരികൾ ദൈവം വെച്ചിട്ടില്ലേ? അത് പ്രധാനമന്ത്രി ആകട്ടെ, മുഖ്യമന്ത്രി ആകട്ടെ, മന്ത്രിമാരാകട്ടെ, എന്തിനേയും അതിനെ വ്യക്തികളോട് സ്നേഹം, അത് വേറത്തെ കാര്യം. പക്ഷെ അതിനേക്കാൾ അപ്പുറം നമ്മൾ എന്തിനാണ് ബഹുമാനിക്കുന്നത്? ആ പൊസിഷനെ നമ്മൾ എന്ത് ചെയ്യുന്നു? തീർച്ചയായിട്ടും നമ്മൾ ബഹുമാനിക്കും. പൊസിഷനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഹോണർ ചെയ്യുന്നു, ബഹുമാനിക്കുന്നു. അതേപോലെ ടീച്ചർ ആ പൊസിഷനെ ബഹുമാനിക്കും. ഇതേപോലെ അതിനപ്പുറത്ത് ആ പൊസിഷൻ ദൈവം എന്നോർത്ത്, അല്ലെങ്കിൽ എന്നിട്ട് പണിഷ്മെന്റ് തരുന്നതിന്റെ പേരിലല്ല, ആ സ്നേഹത്തിന്റെ പുറത്തുള്ളത്. അതാണ് ദൈവഭക്തിയുടെ ഗുണം. എന്താണെന്നറിയാമോ? സദൃശവാക്യം 8:13 പറയുന്നു, യഹോവ ഭക്തി ദോഷത്തെ വെറുക്കും. ഭക്തി ഉണ്ടെങ്കിൽ ആ പാപത്തിൽ നിന്ന്, ദോഷത്തിൽ നിന്ന് നമ്മെ എന്ത് ചെയ്യും?
അപ്പൊ ആ ഒരു വ്യക്തിയോടൊരു ഭയം ഉണ്ടെങ്കിൽ ഈ ദോഷത്തിന് എന്ത് ചെയ്യത്തില്ല നമ്മള്. അപ്പൊ ദൈവത്തെ ഭയപ്പെടണമെന്ന് പറഞ്ഞാൽ കാരണം എന്താ? നമ്മള് ദോഷത്തിന് പോകത്തില്ല. അതാ സദൃശവാക്യം 8:13 പറയും, യഹോഭക്തി ദോഷത്തെ വെറുക്കുന്നു. We hate sin. അങ്ങനെയുള്ളവർ ദൈവത്തെ ഭക്തിയോടെ ആരാധിക്കുക, അല്ലെങ്കിൽ ഭക്തി ദൈവത്തോടുള്ളവർ ദൈവത്തെ ഭയപ്പെടണമെന്ന് പറഞ്ഞാൽ നമ്മൾ കെയർഫുൾ ലൈഫ് നയിക്കും. കാരണം ദൈവത്തിന്റെ പ്രസൻസിന്, ദൈവ സാന്നിധ്യത്തിന് നമ്മൾ വില കൊടുക്കുന്നു. ഇപ്പൊ നമ്മൾ കുഞ്ഞുങ്ങളായാലും കുഞ്ഞുങ്ങളെ അടങ്ങിയിരിക്കണം, ആരാധനയിരിക്കണം. എന്നോടുള്ള, ഞാൻ പറയുന്നതിന്റെ പേരിലല്ല, എല്ലാവരോടും പറയുന്നത്. ഞാൻ കുഞ്ഞുങ്ങളാകുമ്പോൾ എന്റെ മുമ്പിൽ ഇരിക്കുന്നോണ്ട് പറയും, എന്നോടുള്ളതുകൊണ്ട് അതുകൊണ്ട് ഞാൻ പാസ് എന്തെങ്കിലും പറയാതെ എന്നെ നോക്കും, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ മിണ്ടാതിരിക്കും. അങ്ങനല്ല, ദൈവത്തിന്റെ സാന്നിധ്യത്തെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഹോണർ, ബഹുമാനിക്കുന്നു. അതാ യഥാർത്ഥ ദൈവഭയം എന്ന് പറയുന്നത് പണിഷ്മെന്റ് തരുന്നതിന്റെ പേരല്ല, ദൈവത്തിന്റെ പ്രസൻസിനെ, ഹല്ലേലൂയ, അതിനെ ബഹുമാനിച്ച് നമ്മൾ നിൽക്കുമ്പോൾ നമ്മൾ ദൈവത്തിന്റെ വഴിയിൽ നടക്കും. അതുകൊണ്ടാണ് ഫിയർ. ഭയം ഇല്ലെങ്കിൽ എല്ലാം കാഷ്വലായിട്ട് തോന്നും, നോർമലായിട്ട് തോന്നും, ഒരു കളിതമാശയായിട്ട് നമുക്ക് തോന്നും. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ, ക്രിസ്തീയ ജീവിതത്തിൽ ദൈവത്തോടുള്ള ഭയം ഉണ്ടാകും. അവർക്ക് പറ, ഫിയർ ഓഫ്, ഭയപ്പെടും, ദൈവത്തെ ഭയപ്പെടുക. 2, ദൈവം ചോദിക്കുന്നത് ലവ് ദ ലോർഡ്, നിന്റെ ദൈവത്തെ നീ സ്നേഹിക്കുക. അവർക്ക് പറ, സ്നേഹിക്കുക. ദൈവത്തെ എന്ത് ചെയ്യുക? സ്നേഹിക്കുക. ആവർത്തനം 11:1 വായിച്ചേ. ആവർത്തനം 11:1. ആകയാൽ നിന്റെ ദൈവമായ യഹോവയെ നീ സ്നേഹിച്ച്, അവിടെ പറയുന്നു നിന്റെ ദൈവമായ യഹോവയെ നീ സ്നേഹിച്ച്. യേശു കർത്താവ് ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പന ഏതാന്ന് ചോദിക്കുമ്പോൾ മർക്കോസ് 12:30 ഇങ്ങനെ പറയുന്നു. മർക്കോസ് 12:30, നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടി സ്നേഹിക്കണം. ഒരിക്കൽ കൂടെ പറയുന്നു, മർക്കോസ് 12:30 കിട്ടിയെങ്കിൽ വായിച്ചോ. മർക്കോസ് 12:30. ശ്രദ്ധിച്ചോ. നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം. അപ്പൊ ദൈവത്തോടുള്ള ഭയം എന്താ? ദൈവത്തോടുള്ള സ്നേഹത്തിലുള്ള ഭയമാണ്. ദൈവത്തോടുള്ള സ്നേഹം. അപ്പം ആ പൊസിഷൻ മാത്രമല്ല, ഒരു ലവ് ഉണ്ട്, സ്നേഹമുണ്ട്. ദൈവത്തോടൊരു സ്നേഹം. അപ്പൊ ദൈവം ചോദിക്കുന്ന ചോദ്യം ഇതാ, ഞാൻ ഇതല്ലാതെ വേറെന്താ നിന്നോട്, ഈ മാനവ ജാതിയോട് ദൈവം ചോദിക്കുന്നത്? ലവ് യുവർ ഗോഡ്. നീ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ശക്തിയോടെ നീ നിന്റെ ദൈവത്തെ സ്നേഹിക്കണം. സ്നേഹമില്ലാത്ത ഭയം എന്നറിയാം, അത് മതമായി മാറും. സ്നേഹമില്ലാത്ത ഭയം എന്തുമായി മാറും? മതം. ഈ ദൈവം തിരിച്ചു, അതുകൊണ്ട് എന്തെങ്കിലും ചെയ്യണം, അയ്യോ, അത് ഭയം, അത് മതം, റിലീജിയനാണ്. പക്ഷേ സ്നേഹത്തോടുള്ള ഭയം അത് റിലേഷനാണ്, ദൈവമായിട്ടുള്ള ബന്ധമാണ്. എന്തിനുള്ള സ്നേഹം? നമുക്ക് ദൈവ സാന്നിധ്യത്തോട്, വചനത്തോട്, ദൈവത്തിന്റെ വഴികളോട് ഒക്കെ ഉള്ള ദൈവത്തോടുള്ള സ്നേഹം. അപ്പൊ ദൈവ സ്നേഹം ഉള്ളപ്പോ തന്നെ എന്തോ ഉണ്ടായിരിക്കണം? ദൈവത്തോടുള്ള ഭയം ഉണ്ടായിരിക്കണം. ചിലർക്ക് സ്നേഹമാണ്, ഈ ഭയം ഇല്ലെങ്കിൽ വീണ്ടും കുരുത്തക്കേട് കാണിക്കും, കെയർലെസ് ഉണ്ടായിരിക്കും. ചിലർക്കണ്ടില്ലേ, ചിലരോടുള്ള സ്നേഹമുണ്ട്, പക്ഷെ ചിലരോട് എന്തില്ല? പറ, ഭയം ഇല്ലെങ്കിൽ എന്തോ ചെയ്യും? ഈ ടീച്ചറിനെ എനിക്ക് ഭയങ്കര ഇഷ്ടം, എന്നോട് ഭയങ്കര ഇഷ്ടം, പക്ഷെ ഭയം ഇല്ലെങ്കിൽ അവൻ അവിടെ എന്തെങ്കിലും കുഴപ്പക്കേട് കാണിക്കും. ടീച്ചർ വീണ്ടും ക്ഷമിക്കും, സ്നേഹമാ അല്ല, ആ സ്നേഹത്തിൽ എന്തോ വേണം? ഒരു ഭയം. അത് നമ്മളെ, അതില്ലെങ്കിൽ കെയർലെസ് ആയിട്ട് ജീവിക്കാൻ. അപ്പൊ ദൈവത്തോടുള്ള സ്നേഹം, ദൈവത്തോടുള്ള ഭയം. ബൈബിളിലൂടെ തന്നെ പറയുന്നത്, നീ ജാഗ്രതയോടെ ദൈവത്തെ അന്വേഷിച്ചാൽ, ദൈവത്തെ സ്നേഹിച്ചാൽ നീ ചിലതൊക്കെ അവകാശമാക്കും. സദൃശവാക്യം 8:17-20 വാക്യങ്ങൾ പറയുന്നുണ്ട്, നീ എന്നെ സ്നേഹിക്കുന്നവർക്ക് ഞാൻ ചില നന്മകളെ അവകാശമാക്കി കൊടുക്കും. ഇപ്പൊ 2, ദൈവത്തെ സ്നേഹിക്കാം. 3, നമ്മൾ വായിച്ചു, അവന്റെ വഴികളിൽ എന്ത് ചെയ്യാ? നടക്ക. ഒബേ ദ ലോർഡ്. ഉറക്കെ എഴുതോ, ഒബേ ദ ലോർഡ്. ഉറക്കെ പറഞ്ഞ, ദൈവത്തെ അനുസരിക്കുക.
സ്നേഹം ഉണ്ടെങ്കിൽ അനുസരിച്ചിരിക്കും. യഥാർത്ഥ ഭക്തി ഉണ്ടെങ്കിൽ കർത്താവിന്റെ വഴിയിൽ നടക്കും. അപ്പൊ ദൈവം ചോദിക്കുന്ന കാര്യങ്ങൾ: ഒന്ന്, ദൈവത്തെ ഭയപ്പെടുക; രണ്ട്, ദൈവത്തെ സ്നേഹിക്കുക. അതെങ്ങനെ? പുതിയ നിയമത്തിൽ പറയുമ്പോൾ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ശക്തിയോടെ. അതായത് ഇച്ചേരിയെങ്കിലും ആവുമെങ്കിൽ നീ ദൈവ സാന്നിധ്യത്തിന് വില കൊടുക്കണം, ദൈവത്തിന് വേണ്ടി നിൽക്കണം, ദൈവത്തിനായി മുറുകെ പിടിക്കണം, ആരാധനയെ സ്നേഹിക്കണം, വചനത്തെ മുറുകെ പിടിക്കണം, പ്രാർത്ഥിക്കണം. പൂർണ്ണത, അതാ പൂർണ്ണ സ്നേഹം. ഒരാള് നമ്മളെ വിളിക്കുമ്പോ സ്വാഭാവികം, അത് ഏത് തെറ്റൊന്നും ഞാൻ പറയുന്നില്ല. ഒരാള് നമ്മളെ വിളിക്കുന്ന, നമുക്കൊരു വയ്യാന്ന് വരും. നമുക്ക് വയ്യാതിരിക്കുമ്പോൾ ഒരാൾ നമ്മളെ ഒന്ന് വിളിക്കുക, ഒരാവശ്യം കൂടെ നമ്മൾ പറയും എനിക്കൊന്ന് വയ്യ, ഞാനിന്ന് വരുന്നില്ല, അല്ലെ എന്നോട് ഒന്ന് യാത്ര തിരിക്കാൻ വരാം, എനിക്ക് വയ്യ. ഒരാളെ ഞാൻ വിളിച്ചെന്ന് വിചാരിച്ചു, വരുന്നില്ല, നമ്മളൊരാളെ വിളിച്ചു. പക്ഷെ ഈ വിളിച്ച വ്യക്തികൾ തമ്മിൽ നല്ല സ്നേഹത്തിലാണെങ്കിലോ, കുറച്ചുകൂടി ഒരു അറ്റാച്ച്മെന്റ് ഉണ്ടെങ്കിലോ, വയ്യ, എനിക്ക് വയ്യ, എങ്കിലും നീ വിളിച്ചോണ്ട് ഞാൻ എന്ത് ചെയ്യാ? അതെന്താ? ആ സ്നേഹത്തിന്റെ. അപ്പൊ ആ സ്നേഹത്തിൽ വരുമ്പോൾ അനുസരണ, കൽപ്പന അനുസരിക്കുന്നത്. യേശു തന്നെ പറഞ്ഞു, യോഹന്നാൻ 14:15, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നു എങ്കിൽ എന്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. ഇഫ് യു ലവ് മീ, കീപ് മൈ കമാൻഡ്മെന്റ്സ്. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നെങ്കിൽ നിങ്ങൾ എന്റെ കൽപ്പനകളെ. ശ്രദ്ധിച്ചേ, കർത്താവിനെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? അതിന്റെ അർത്ഥം എന്തുവാ? അനുസരിക്കണം. ഉറക്കെ പറ, അനുസരിക്കണം. അതായത് ഒബീഡിയൻസ്. അനുസരണം എന്ന് പറഞ്ഞ ഒരു പ്രൂഫാണ്. എന്തിനറിയാം? ഫിയർ ആൻഡ് ലവ്. ദൈവത്തോടുള്ള സ്നേഹത്തെയും ദൈവത്തോടുള്ള ഭയത്തിന്റെയും അടയാളമാണ് അനുസരണം. ഉറക്കെ പറ, അനുസരണം. അനുസരിക്കുക എന്ന് പറഞ്ഞ ഒരു അടയാളമാണ്. ഒരു സ്നേഹവും ഒരു ഭയവും ഉള്ളതിന്റെ അടയാളമാണ് അനുസരണം. അടുത്തിരിക്കും തൊട്ടൊരു അനുസരണം ഒരു അടയാളമെന്ന് പറഞ്ഞു. അനുസരണം ഒരു അടയാളമാണ്. എന്തിന്റെ അടയാളം? സ്നേഹത്തിന്റെയും ദൈവത്തോടുള്ള ഭയത്തിന്റെയും അടയാളം. നമുക്ക് ഈ കർത്താവിന്റെ മേശ ഇരിക്കുമ്പോൾ ശ്രദ്ധിച്ച പ്രിയരെ, നമ്മുടെ മാതൃ ആരാ? ലുക്കിംഗ് ആൻഡ് ടു ജീസസ്. യേശു കർത്താവിനെ നോക്കുക. അനുസരണം നമുക്ക് കാണിച്ചു തന്നത് നമ്മുടെ നല്ല കർത്താവാണ്. ഫിലിപ്പിയർ 2 പറയുന്നത്, ദൈവമായിരിക്കെ ഈ വേഷത്തിൽ മനുഷ്യനായി ഈ ഭൂമിയിലേക്ക് വന്ന് ഒറ്റ നിമിഷം മതി, എത്ര വലിയ പടയാളികൾ നിന്നാലും നിമിഷം മനസ്സിൽ ചിന്തിച്ചാൽ മതി, ശക്തമേറിയ ആയിരക്കണക്കിന് ദൂതന്മാർ പാളയമിറങ്ങി, ക്രൂശൊന്നും വിഷയമല്ല, അതിനെ മീതെ പൊക്കിക്കൊണ്ടു പോകാൻ പറ്റുന്ന കഴിവുള്ള കരുത്തുറ്റ മഹാദൈവം, പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവമായി ഈ ഭൂമിയിലേക്ക് വന്നു നിൽക്കുമ്പോ ബൈബിൾ പറയുന്നു, ക്രൂശിലെ മരണത്തോളം താഴ്ത്തി അനുസരണമുള്ളവനായി പിതാവിന്റെ ഇഷ്ടം നടക്കട്ടെ എന്ന് പറഞ്ഞ്, കഴിയുമെങ്കിൽ പാനപാത്രം മാറ്റില്ലേലും കുഴപ്പമില്ല, അങ്ങയുടെ ഇഷ്ടം നടക്കട്ടെ എന്ന് പറഞ്ഞ്, ഹല്ലേലൂയ, തന്നെത്താൻ ഒഴിച്ചു വേഷത്തിൽ മനുഷ്യനായി, ഹല്ലേലൂയ, മരണത്തോളം, ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി. നമ്മുടെ മാതൃക ആരാ? യേശു കർത്താവ്. കർത്താവിന്റെ മേശ ഇരിക്കുമ്പോൾ അതിന്റെ അകത്തൊരു കാര്യം പറഞ്ഞു, ഒരു അനുസരണം നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു. അതിന്റെ റിസൾട്ട് എന്താ? ഇന്ന് എല്ലാ നാമങ്ങൾക്കും മേലായ നാമമായി എല്ലാ മുട്ടും മടങ്ങുന്ന ഒരേ ഒരു നാമം ഉണ്ടെങ്കിൽ അത് യേശു കർത്താവിന്റെ നാമമാണ്. ഹല്ലേലൂയ. കാരണം ബൈബിൾ പറയുന്നു, ഫിലിപ്പിയർ 2:9-10 വചനം പറയുന്നു, അതുകൊണ്ട് പിതാവാം ദൈവം പുത്രന്റെ നാമത്തെ ഏറ്റവും ഉയർത്തി എല്ലാ നാമങ്ങൾക്കും മേലായ നാമമായ യേശു കർത്താവിന്റെ നാമം നൽകി സ്വർലോകരുടെ, ഭൂലോകരുടെ, അധോലോകരുടെ മുഴങ്കാലൊക്കെ മടങ്ങുന്ന ഏക നാമം യേശു ക്രിസ്തുവിന്റെ നാമം. ഹല്ലേലൂയ. അനുസരിച്ചാൽ നിനക്കൊരു ഉയർച്ച ഉണ്ടെന്ന്. ഹല്ലേലൂയ. അനുസരിച്ച്, ദൈവവചനം അനുസരിച്ച് നടക്കുന്നവർക്ക് ഒരു ഉയർച്ച ഉണ്ട്, ഒരു ഉയർച്ച ഉണ്ട്. എത്ര നീ താണുപോയാലും, എത്ര നീ അടയപ്പെട്ടു പോയാലും, എത്ര കാരാഗ്രഹത്തിലായാലും, എത്ര കല്ലറയ്ക്കകത്തായാലും, അനുസരിക്കുന്ന ദൈവവൈതലേ, നിന്നെ ഉയർത്തുന്നൊരു ദൈവമുണ്ട്. കരമടിച്ച നല്ല ദൈവത്തെ ആരാധിച്ചേ. അനുസരിക്കുന്നവനെ ദൈവം ഉയർത്തും. ഇന്ന് പകല് ചിലരോട് ദൂത് പറയാ, നീ ദൈവത്തെ ഭയപ്പെട്ട്, ദൈവത്തെ സ്നേഹിച്ച് അവന്റെ വഴിയിൽ നടക്കാൻ തീരുമാനിച്ചാൽ നിന്റെ സാഹചര്യങ്ങൾ എന്തുമായിക്കോട്ടെ, എത്ര ക്രൂശിന്റെ അനുഭവമാകട്ടെ, എത്ര ചാട്ടവാറിന്റെ അനുഭവമാകട്ടെ, എത്ര മുൾക്കിരീടത്തിന്റെ അനുഭവമാകട്ടെ, എത്ര അടയപ്പെട്ട കല്ലറയാണെങ്കിലും, എത്ര റോമൻ ഇംപീരിയൽ മുദ്ര ഉണ്ടെങ്കിലും, നിന്നെ ഉയർത്തുന്ന ഒരു സമയമുണ്ട്.
അനുസരിച്ചാൽ ദൈവത്തിന്റെ ഉയർച്ച. ദൈവം ഉയർത്തും. അനുസരിക്കുന്നവരോട് പറയുന്നു, തക്ക സമയത്ത് നിനക്ക് വെളിപ്പെടുത്തുന്നതിനെ ദൈവം വെളിപ്പെടുത്തും. ആവർത്തനം 11:12 വേഗത്തിൽ ഒന്ന് വായിച്ചു. ആവർത്തനം 11:12 നിന്റെ ദൈവമായ യഹോവ. ആവർത്തനം 11:12 ആണ്ടിന്റെ ആരംഭം മുതൽ. നിന്റെ ദൈവമായ യഹോവ നിന്നെ പരിപാലിക്കുന്ന ദേശമായ ആണ്ടിന്റെ ആരംഭം മുതൽ. വായിച്ചു. ആണ്ടിന്റെ ആരംഭം മുതൽ അവസാനം വരെ നിന്റെ ദൈവമായ യഹോവയുടെ ദൃഷ്ടി എപ്പോഴും അതിന്മേൽ ഇരിക്കുന്നു. നിന്റെ ദൈവമായ യഹോവയുടെ ദൃഷ്ടി. നമ്മൾ ന്യൂ ഇയറിന് ഭയങ്കര സന്തോഷമുള്ള വചനം. ആണ്ടിന്റെ ആരംഭം മുതൽ ദൈവത്തിന്റെ ദൃഷ്ടി ഇരിക്കും, ആടമേലിരിക്കും. അതോട്ട് വായിച്ചു. ആരംഭം മുതൽ എപ്പോഴും അതിന്മേൽ ഇരിക്കുന്നു. നിങ്ങളുടെ ദൈവമായ യഹോവയെ നിങ്ങൾ സ്നേഹിക്കുകയും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ അവനെ സേവിക്കുകയും ചെയ്തതുകൊണ്ട് ഞാൻ ഇന്ന് നിങ്ങളോട് കൽപ്പിക്കുന്ന എന്റെ കൽപ്പനകൾ ജാഗ്രതയോട് അനുസരിച്ചാൽ ധാന്യവും വീഞ്ഞും എണ്ണയും ശേഖരിക്കേണ്ടതിന് ഞാൻ തക്ക സമയത്ത് നിങ്ങളുടെ ദേശത്തിന് വേണ്ടുന്ന മുൻമഴയും പിൻമഴയും പെയ്യിക്കും. തക്ക സമയത്ത് നിനക്ക് വേണ്ടത് ദൈവം നൽകും. ഒത്തിരി തരും, അതൊന്നും എനിക്കറിയത്തില്ല, പക്ഷെ ഇത് ഗ്യാരണ്ടിയാ. തക്ക സമയത്ത് വേണ്ടത് എന്റെ ദൈവം കരുതും. നിന്റെ ദേശത്ത്, നിന്റെ വീട്ടില്, നിന്റെ ജീവിതത്തിനകത്ത് തക്ക സമയത്ത് ദൈവത്തിന്റെ കരുതൽ വെളിപ്പെടും. ഗ്യാരണ്ടി ദൈവം തരിക. ദൈവം ചോദിക്കുന്ന കാര്യം, ആ ചോദിച്ചത് നീ തിരിച്ചു കൊടുത്താൽ നിന്നോടും ദൈവം ഒരു ഗ്യാരണ്ടി പറയുന്നു, അത് നൽകും. നീ ചിലത് ശേഖരിക്കേണ്ടതിന് ധാന്യവും വീഞ്ഞും എണ്ണയും ശേഖരിക്കണം. ധാന്യവും വീഞ്ഞും എണ്ണയും ശേഖരിക്കണമെങ്കിൽ നല്ലൊരു കൊയ്ത്ത് കിട്ടണം. നല്ലൊരു കൊയ്ത്ത് കിട്ടണമെങ്കിൽ തക്ക സമയത്ത് ദേശത്ത് മഴ പെയ്യണം. അപ്പൊ നിനക്ക് എന്ത് വരണമോ, അതിന് എന്ത് ചെയ്യണമോ അത് ചെയ്തു തരാൻ ദൈവം വിശ്വസ്തനാണ്. അടുത്തത് വേഗത്തിൽ 15 തുടക്കം. ഞാൻ നിന്റെ നിലത്ത് നിന്റെ നാൽക്കാലികൾക്കും പുല്ലും തരും, നീ തൃപ്തിയാകുമെണ്ണം ഭക്ഷിക്കും. നിന്റെ കളപ്പുര തീരും മാത്രമല്ല, നിന്റെ നാൽക്കാലികൾക്ക് പുല്ല് തിന്നത്തക്കവണ്ണം ദേശത്തിന്റെ ഒരു നിറവ് ദൈവം ചെയ്തിരിക്കും. ദൈവത്തിന്റെ പ്രോമിസ് അനുസരിക്കുമ്പോൾ ദൈവത്തിന്റെ അനുഭവം. ശമൂവേലിന്റെ പുസ്തകത്തിൽ വളരെ പ്രസിദ്ധമായ ഒരു വചനമുണ്ട്. ശമൂവേൽ 15:22. ശമൂവേൽ പറഞ്ഞു, യഹോവയുടെ കൽപ്പന അനുസരിക്കുന്ന പോലെ ഹോമയാഗങ്ങളും ഹനയാഗങ്ങളും യഹോവയ്ക്ക് പ്രസാദമാകുമോ? അനുസരിക്കുന്നത് യാഗത്തെക്കാൾ ശ്രദ്ധിക്കുന്നത് ഒരിക്കൽ അനുസരിക്കുന്നത് യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്നത് ഒരു വലിയ തടിച്ച കാളയും ആട്ടുകൊറ്റനും ഒക്കെ കൊണ്ടുവന്ന് ദൈവത്തിന് യാഗം അർപ്പിക്കുന്നതിനേക്കാൾ ദൈവത്തിന് ഏറ്റവും പ്രസാദം എന്തോന്നറിയാമോ? അനുസരിക്കുന്നത്. ദൈവത്തിന് എന്താണ്? വലിയ സെറ്റപ്പ് കൊണ്ടുവരുന്നതിനേക്കാൾ അപ്പുറം അനുസരിക്കുന്ന ഒരു ഹൃദയത്തെയാ ദൈവം കാണുന്നേ. ഒന്ന്, ദൈവം ചോദിക്കുന്ന 4 കാര്യം. ഒന്ന്, ദൈവത്തെ ഭയപ്പെടുക. നമ്പർ 2, അവനെ സ്നേഹിക്കുക. നമ്പർ 3, അവന്റെ കൽപ്പനകളെ അനുസരിച്ച് ഓരോന്ന് ഓരോ മണിക്കൂർ പ്രസംഗിക്കാനുണ്ട്. അവന്റെ കൽപ്പനകൾ അനുസരിച്ച് നടന്നാൽ നീ ഉയർത്തപ്പെടും. തക്ക സമയത്ത് കരുതൽ വെളിപ്പെടും. ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടും. അടുത്തത് 4-ാമത്തെ കാര്യം, സേവ് ദ ലോർഡ്. നീ നിന്റെ ദൈവത്തെ സേവിക്കുക. സങ്കീർത്തനം 100:2 വായിച്ചു. വളരെ നല്ല അനുഗ്രഹിക ഒരു വചനമാണ്. Psalms 100:2. സങ്കീർത്തനം 100:2. സന്തോഷത്തോടെ യഹോവയെ സേവിപ്പീൻ. സന്തോഷത്തോടെ യഹോവയെ സേവിപ്പീൻ. അപ്പോൾ ദൈവത്തെ എങ്ങനെ സേവിക്കണം? സന്തോഷത്തോടെ ദൈവത്തെ സേവിക്കണം. യോശുവ പറഞ്ഞു, നിങ്ങൾ എന്തോന്ന് വെച്ചാൽ തിരഞ്ഞെടുത്തു, ഞാനും എന്റെ കുടുംബം ഞങ്ങളോ യഹോവയെ സേവിക്കും. ഞങ്ങളൊരു തീരുമാനം എടുക്കും, ദൈവത്തെ സേവിക്കാൻ ഞങ്ങൾ തീരുമാനം എടുത്തേക്കാം. ഈ ദൈവത്തെ സേവിക്കുക എന്ന് പറഞ്ഞ ഒരു അടിമ എന്നുള്ളതല്ല, ഒരു നമ്മുടെ പ്രിവിലേജാണ്. ഒരു പ്രിവിലേജ്, അവകാശമാണ്. നമ്മൾ അടിമയല്ല, അടിമയായതുകൊണ്ടല്ല ചെയ്യുന്നേ, അവകാശം. ചിലർ ആത്മീയമായിട്ട് മൂത്തങ്ങ് എന്തിൻ്റെയൊക്കെ അടിമ, അങ്ങനല്ല. നമ്മുടെ
സേവിക്കാൻ, ദൈവത്തിന് വേണ്ടി നിൽക്കാൻ, ആരാധനയ്ക്ക് ഒന്നാം സ്ഥാനം കൊടുക്കാൻ. അത് വർഷിപ്പിലാകാം, മിനിസ്ട്രിയിലാകാം, മറ്റുള്ളവരെ സഹായിക്കുന്നതിലാകാം, ദൈവരാജ്യത്തിന്റെ വ്യാപ്തിക്കാകാം. എന്തൊക്കെ ദൈവത്തിന് വേണ്ടി സേവ് ചെയ്യാൻ പറ്റുമോ അത് നീ ദൈവത്തെ സേവിക്കുക. പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ ഈ നല്ല കർത്താവിനെ സേവിക്കുക. ഹല്ലേലൂയ. സങ്കീർത്തനം 112 1 മുതലുള്ള വാക്യം വായിച്ചു. സങ്കീർത്തനം 112 1 കൊണ്ടുള്ള വചനം. യഹോവയെ സ്തുതിപ്പീൻ, യഹോവയെ സ്തുതിപ്പീൻ, യഹോവയെ ഭയപ്പെട്ട്, യഹോവയെ ഭയപ്പെട്ട് അവന്റെ കൽപ്പനകളിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഭാഗ്യവാൻ എന്നൊക്കെ മലയാളത്തിൽ കണ്ട ഇംഗ്ലീഷിൽ അത് ബ്ലെസ്സഡ് മാൻ എന്നാണ്. അനുഗ്രഹിക്കപ്പെട്ടവൻ. ഉറക്കെ പറ, അനുഗ്രഹിക്കപ്പെട്ടവൻ. ഒന്നുകൂടെ പറ, അനുഗ്രഹിക്കപ്പെട്ടവൻ. ആരാ അനുഗ്രഹിക്കപ്പെട്ടവൻ? ദൈവത്തെ ഭയപ്പെട്ട് അവന്റെ കൽപ്പനകളിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്നവൻ ആരാണോ അവൻ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. അപ്പൊ നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടതാണെന്ന് തീരുമാനിച്ചാൽ ഇതുണ്ടെങ്കിൽ നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. എന്നിട്ട് അവരോട് ദൂത് 2, 3, 4 അവന്റെ സന്തതി ഭൂമിയിൽ ബലപ്പെട്ടിരിക്കും. നേരുള്ളവരുടെ തലമുറ അനുഗ്രഹിക്കപ്പെടും. ദൈവം പറഞ്ഞ അനുഗ്രഹിക്കപ്പെടും. ഐശ്വര്യവും സമ്പത്തും അവന്റെ വീട്ടിലുണ്ടാകും. അവന്റെ നീതി എന്നേക്കും നിലനിൽക്കുന്നു. നേരുള്ളവർക്ക് ഇരുട്ടിൽ വെളിച്ചം ഉദിക്കുന്നു. ദൈവത്തെ അനുസരിച്ച് നടക്കുന്നവർക്ക് ഇരുട്ടിലും നിനക്ക് വെളിച്ചം ഉദിക്കും. ഇരുട്ടിലും വെളിച്ചം ഉദിക്കും. ഹല്ലേലൂയ. ഇന്നൊരു തീരുമാനം എടുക്കാൻ എത്ര പേര് തയ്യാറാണ്? എത്ര പേര് തയ്യാറാണ്? 4 കാര്യം ദൈവം ചോദിക്കുന്നത്. 4 കാര്യം. ഒന്ന്, ദൈവത്തെ ഉറക്കെ പറ. ദൈവത്തെ, നിങ്ങളുടെ ഉള്ളിൽ ഇത് കയറിയത് ഭയങ്കര വിടുതലാണ്. ദൈവത്തെ ഭയപ്പെടുക. 2, ദൈവത്തെ സ്നേഹിക്കുക. 3, ഭയപ്പെട്ട് ദൈവത്തെ സ്നേഹിക്കുന്നവൻ, യേശു പറഞ്ഞ അവന്റെ കൽപ്പനകളെ അവന്റെ വഴികളിൽ നടന്നാൽ നീ അനുസരിച്ചാൽ ഉയർത്തപ്പെടും. അനുസരിച്ചാൽ തക്ക സമയത്ത് നന്മ തരും. അനുസരിച്ചാൽ നീ അത്ഭുതവും കാണും. അനുസരിച്ചാൽ അത്ഭുതം കാണും. നിന്റെ ഏകജാതനായ മകനെ താ എന്ന് അബ്രാഹാമിനോട് പറഞ്ഞപ്പോ കേട്ട് ദൈവത്തെ ഭയം ഉണ്ടായതുകൊണ്ടും ദൈവത്തോട് സ്നേഹം ഉണ്ടായതുകൊണ്ടും ദൈവത്തെ ഭയപ്പെടുന്നതുകൊണ്ടും വേറെ ഒന്നും നോക്കിയില്ല, അവന് സേവിക്കുന്നു. അതുകൊണ്ട് അധികാലത്തെ ഉത്സാഹത്തോടെ വന്നതാണ്. ഈ ദൈവത്തെ സേവിക്കാൻ ഒരു ഉത്സാഹം ഉണ്ടെങ്കിൽ, സ്നേഹം ഉണ്ടെങ്കിൽ അവൻ ആദികാലത്തെ ഹല്ലേലൂയ യാഗത്തിന് വേണ്ടി ക്രമീകരിച്ച് ഓടി ചെന്ന് ഹല്ലേലൂയ യാഗപീഠത്തിൽ തലമുറയൊക്കെ വെച്ച് വിറകടുക്കി വെച്ച് തലമുറ മേളിൽ വെച്ച് അവസാനം മിനിറ്റും ദൈവത്തോടുള്ള അനുസരണം കാണിച്ച് അരയിൽ അന്നത്തെ ആൾക്കാർ നിങ്ങൾക്ക് അറിയാലോ. ഇന്നും നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഈ നമ്മുടെ ഗൾഫിന്റെ രാജ്യങ്ങളിലും അതേപോലെ ആഫ്രിക്കയുടെ ഗൾഫ് രാജ്യങ്ങളോട് ചേർന്ന് നിൽക്കുന്ന ആഫ്രിക്കൻ രാജ്യങ്ങളിലും ഈ പഴയ പ്രായമുള്ള അപ്പച്ചന്മാരെയൊക്കെ ശ്രദ്ധിച്ചാൽ മതി. നമ്മുടെ ഇവിടെ മുണ്ടും ഒക്കെ ഇട്ട് നടക്കുന്ന അവർ ഈ ചെറിയൊരു കത്തി പോലെ സാധനം ഉണ്ടാവും, ഇങ്ങനെ ഉറക്കാത്തൊരു കത്തിയിട്ടുണ്ടെങ്കിൽ അതൊരു പാരമ്പര്യം ഇവിടെയും ഉണ്ട്. നമ്മുടെ ചില സംസ്ഥാനങ്ങളിൽ ചില ഗ്രാമങ്ങളിലുണ്ട്. ചില പാരമ്പര്യത്തെ അല്ലാതെ തല്ലാനോ കൊല്ലാനോ നടക്കുന്നതല്ല, അത് ഒരു ട്രഡീഷന്റെ സംഭവമാണ്. ഒരു കത്തി ഇങ്ങനെ സംഭവമാണ്. ഹല്ലേലൂയ എന്ന് പറഞ്ഞ പോലെ അരയെന്ന് കത്തിയെടുത്ത് തലമുറയെ വെട്ടാൻ തോന്നുന്നത് വരെ അവൻ അനുസരണം കാണിച്ചു. പക്ഷെ ആ അനുസരണത്തിന് മുമ്പിൽ അവൻ കണ്ടതൊരു വലിയൊരു അത്ഭുതമാണ്, പിന്നൊരു അനുഗ്രഹമാണ്. ദൈവം ഒരു അശരീരി കേൾപ്പിച്ചു, കൈ വെക്കരുത്. ആ അശരീരി കേട്ട് കഴിഞ്ഞ ഉടനെ അടുത്തൊരു ശബ്ദം കേൾക്കുന്നു. ഒരാട് കടന്ന് കരയുന്നു, ഒരു കുഞ്ഞാട് കടന്ന് കരയുന്നു. ഹല്ലേലൂയ. അത് കൊമ്പിൽ കുരുങ്ങി വള്ളിയിൽ കുരുങ്ങി ഒരുന്നിനെ കണ്ടു, അതിനെ എടുത്തു, അതിനെ തന്റെ മകന് പകരം അതിനെ യാഗമാക്കി. ഇന്ന് പകൽ നീ അനുസരിക്കാൻ തയ്യാറായാൽ കണ്ടിട്ടില്ലാത്തൊരു അത്ഭുതം എന്റെ ദൈവം എന്റെ കണ്ണിന്റെ മുമ്പിൽ വെച്ചിട്ടുണ്ട്. അനുസരിച്ചാൽ കണ്ണിന്റെ മുമ്പിൽ അത്ഭുതം. അതൊരു അത്ഭുതമാണ്. ഹല്ലേലൂയ. ആ പിതാവ് സ്വന്തം മകനെ ഏൽപ്പിക്കാൻ തയ്യാറായിരുന്നു. മകന് പകരം ഒരു ആടാണ് അറുക്കപ്പെട്ടത്. ഹല്ലേലൂയ. അതിന് പകരം എന്നിട്ട് പറഞ്ഞു, ഞാൻ നിന്നെ ഐശ്വര്യമായി അനുഗ്രഹിക്കുന്നു. നീ ഈ വാക്ക് കേട്ടത് കൊണ്ട്, ഈ വാക്ക് അനുസരിച്ചുകൊണ്ട് അബ്രാമേ ഞാൻ നിന്നെ ഐശ്വര്യമായി അനുഗ്രഹിക്കും. ഹല്ലേലൂയ. ഇന്ന് പകൽ ദൈവാത്മാവ് പറയുന്നു, അനുസരിച്ചാൽ നീ ഒരു അത്ഭുതത്തെ കാണും. അനുസരിച്ചാൽ നീ ഒരു അത്ഭുതത്തെ കാണും. വിശ്വസിക്കുന്നവർ കരങ്ങൾ അടിച്ച് അല്പ മിനിറ്റുകളും ആരാധിച്ച് ഒരു അത്ഭുതം കാണട്ടെ, ഒരു ഉയർച്ച കാണട്ടെ, തക്ക സമയത്തൊരു നന്മ കാണട്ടെ. അല്പ മിനിറ്റുകളൊന്ന് കരങ്ങൾ അടിച്ച് ഈ മിനിറ്റുകൾ ദൈവത്തെ ഒന്ന് ആരാധിച്ച്
പ്രാർത്ഥിക്കാൻ പോവാ. ഒരു തീരുമാനം എടുക്കാമോ? ഒന്ന് ശ്രദ്ധിച്ചേ, എന്നിട്ടൊന്ന് കണ്ണടച്ച്. ഞാൻ ഇത് ശ്രദ്ധിച്ചിട്ട് കണ്ണടച്ചാൽ. ഫിയർ, ദൈവത്തോടുള്ള ഭയം, keeps us holy. ദൈവഭക്തി, ദൈവത്തോടുള്ള ഭയം നമ്മെ വിശുദ്ധിയിൽ കാത്തു സൂക്ഷിക്കും. കുഞ്ഞുകളിക്കരുത്. നമ്മൾ ചില ഒരു ഭയം ഉണ്ട് ഇന്നത്തെ ആൾക്കാർക്ക് പറ്റിപ്പോകുന്ന, ദൈവമക്കൾ, പ്രത്യേകിച്ച് ദൈവമക്കൾക്കാണ്. മറ്റുള്ളവർ പിന്നെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, കുഴപ്പമില്ല, അവർക്ക് എല്ലാം ഒരു പരിചയമായി കഴിയുമ്പോൾ ഭയം വിട്ടുമാറും. അങ്ങനല്ല, സ്നേഹത്തിലൊരു ഭയം നമ്മളെ വിശുദ്ധിയിലേക്ക്. ലവ് കീപ് us close. സ്നേഹം എന്താണെന്നറിയാം, ദൈവം നമ്മെ കുറച്ചും കൂടെ അടുപ്പിക്കും. സ്നേഹമുള്ളവർ നമ്മൾ കുറച്ചു നേരം ഇരിക്കത്തില്ലേ, കുറച്ചുകൂടെ സംസാരിക്കത്തില്ലേ? കീപ് us close. സ്നേഹം നമ്മളെ ദൈവത്തോട് എന്ത് ചെയ്യും? മറ്റേ ഹോളി ആയിട്ട് നമ്മെ നിർത്തും. പക്ഷെ ലവ് ഓഫ് ഗോഡ് കുറച്ചും കൂടെ ക്ലോസ് ആക്കി. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ക്രിസ്തീയ ജീവിതം റിലീജിയസ് മതമല്ല, റിലേഷൻ, പ്രണയ ബന്ധമാണ്. ആരുമായിട്ട്? യേശു അപ്പച്ചനുമായി. ഇത് കേറി പിടിച്ചാൽ വേറെ ഒന്നും തൊടത്തില്ല, വേറെ ഒന്നുമായിട്ട് തോന്നത്തുമില്ല. നമ്പർ 3, ഒബീഡിയൻസ്, അനുസരണം. നമ്മെ അനുഗ്രഹത്തിലേക്കും ദൈവത്തിന്റെ വഴിയിൽ തന്നെ അലൈൻ ചെയ്തു. വണ്ടി ഓടിക്കുന്നവർക്ക്, പ്രത്യേകിച്ച് കാറുകളുള്ളവർക്ക് അലൈൻമെന്റ് ഉണ്ട്. വലിയ വണ്ടികൾ അലൈൻമെന്റ് ഉണ്ട്. ഈ അലൈൻമെന്റ് തെറ്റിയ ടയർ പെട്ടെന്ന് തേഞ്ഞു പോകും. ഒരു ടയറിന്റെ ഒരു ഭാഗം തന്നെ സ്ഥിരമായിട്ട് തേഞ്ഞ് മനസ്സിലാക്കണം. വണ്ടിയുടെ അലൈൻമെന്റ് എവിടെയൊക്കെയോ കുഴി തെറ്റി, അലൈൻമെന്റ് തെറ്റി. വീണ്ടും നമ്മൾ ആ വണ്ടി വർഷപ്പിൽ കൊടുത്ത് അലൈൻമെന്റ് റെഡിയാക്കുമ്പോൾ ടയറിന് നല്ല ആയുസ് കിട്ടും. വണ്ടി ഓടിക്കുന്നവർക്കറിയാം, അലൈൻമെന്റ്, വണ്ടിയുടെ അലൈൻമെന്റ് കറക്റ്റായിട്ട് എല്ലാ സർവീസ് ചെയ്യുന്നവർക്ക് ആ കമ്പനി പറയുന്ന ലെവലിൽ ആ ടയറിന്റെ ഇത് കിട്ടും. അലൈൻമെന്റ് എപ്പോൾ തെറ്റിക്കിടക്കുന്നോ അത് നേരെ പകുതിക്ക് താഴെ വന്ന് വേഗത്തിൽ ടയർ തേഞ്ഞു പോകും എന്ന് പറയുന്ന പോലെ ഒബീഡിയൻസ് കീപ് us aligned. അത് റിലീസ് ദ ഗോഡ്സ് ബ്ലെസ്സിംഗ്. ആ അനുസരണം നമ്മളിങ്ങനെ അലൈൻ ചെയ്ത് നിർത്തും. ഇങ്ങനെ ആ ദൈവത്തിന്റെ വഴിയിൽ തന്നെ നിർത്തും. അത് അനുഗ്രഹത്തെ കൊണ്ടെത്തിക്കും. ഇന്നൊന്ന് അലൈൻ ചെയ്യാൻ പോവാ. അലൈൻമെന്റ് എന്ന് പറഞ്ഞില്ല, വീൽ അലൈൻമെന്റ് എന്ന് പറഞ്ഞാൽ നമ്മളൊന്ന് അലൈൻമെന്റ് ചെയ്യണം. ദൈവത്തെ സ്നേഹിച്ച് അവനെ ഭയപ്പെട്ട് അവന്റെ വഴിയിൽ തന്നെ നടക്കും. Then save the Lord. സേവ് ചെയ്യുന്നറിയാമോ? Keep us fruitful. ദൈവത്തെ സേവിക്കാൻ തുടങ്ങിയാൽ നീ എന്നും ഫലമുള്ളതായി തീരും. ദൈവത്തോടുള്ള 4 കാര്യം നമ്മൾ ഉറക്കെ പറയാം. 1, ദൈവത്തെ ഭയപ്പെടണം, ഉറക്കെ ഭയപ്പെടണം. 2, സ്നേഹിക്കണം. 3, ഒബീഡിയൻസ്, അവന്റെ വഴിയിൽ നടക്കണം. 4, ഈ ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ സേവിക്കണം. ഇതല്ലാതെ ദൈവം വേറെ എന്താ ചോദിക്കുന്നത്? പ്രാണപ്രിയ യേശുനാഥ, ജീവൻ തന്ന സ്നേഹമേ, നഷ്ടമായി പോയ എന്നെ
യേശുപ്പച്ച, എന്നെ മോറ്റും ഞങ്ങള് ഈ വചനത്തിന് മുമ്പിൽ സമർപ്പിക്കുന്നു.